Hi dear students, my name is Jithin Joni. Today we are going to deal with our second session, that is Hitler rises to power. In our previous session we have gone through all the facts related to Weimar Republic and his decline that led to Hitler to rise to power. Today we go through all the facts that related to Hitler's contribution and how the Germany grown during the period of Hitler. What are his major contributions? Okay, let's just go to our session. Please be concentrated on the video to better understand. If anyone have doubts, please note down and ask me later. Hitler was born in 1889. He worked as a frontline soldier in army during the period of First World War. The defeat faced by Germany in the First World War irritated, and the Versailles Treaty also made him irritated himself. In 1990, he joined the German Workers' Party and later took over the leadership and renamed the organization as National Socialist German Workers' Party, and later it came to be known as Nazi Party. Okay, 1889 ഹിറ്റ്ലറിന്റെ ജനനം. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ആർമിയിൽ പ്രവർത്തിക്കുകയുണ്ടായി. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്ക് നേരിടേണ്ടി വന്ന പരാജയവും അതിനെ തുടർന്നുണ്ടായ വേഴ്സാലിസ് ട്രീറ്റിയും അതിലെ അനീതിയുമെല്ലാം ഹിറ്റ്ലറിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇതേ തുടർന്ന് 1919 അദ്ദേഹം ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ അംഗമാവുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് മൂലം പിന്നീട് ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും നേതൃത്വം കൈയാളുന്നതിലേക്കും അദ്ദേഹത്തെ നയിച്ചു. അദ്ദേഹം ഈ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന ഓർഗനൈസേഷനെ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യുകയും പിന്നീട് ഈ പാർട്ടി നാസി പാർട്ടി എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ടു കോൺക്വർ ദ പവർ he was failed, but during the period of Great Depression the Nazi party attained public support and became the largest party with 37% vote in Reichstag. Hitler was a powerful speaker. He devised a new style of politics. He gave significance to rituals and mass mobilization. Okay, അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാസി പാർട്ടിയുടെ പരിശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ വിഫലമായി പരാജയപ്പെടുകയുണ്ടായിരുന്നാലും പിന്നീട് 1929കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ, മഹത്തായ സാമ്പത്തിക മാന്ദ്യം, അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് എത്തുന്നതിന് പുതിയൊരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഗ്രേറ്റ് ഡിപ്രഷൻ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ പിന്നീട് വന്ന ഇലക്ഷനിൽ 37% വോട്ടോടുകൂടി ജർമ്മൻ പാർലമെന്റായ റീസ്റ്റാഗിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും വളരെ പവർഫുള്ളായ ഒരു ലീഡറായി മാറുകയും ചെയ്തു. എല്ലാവർക്കും കേട്ടുപരിചയമുള്ളതുപോലെ തന്നെ ഹിറ്റ്ലർ വളരെ നല്ലൊരു പ്രാസംഗികനായിരുന്നു. ആളുകളെ മണിക്കൂറുകളോളം പിടിച്ചിരുത്താനും അവരുടെ ചിന്തയെ മൂവ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രാസംഗികനായിരുന്നു ഹിറ്റ്ലർ. അദ്ദേഹം പുതിയൊരു സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ് ആവിഷ്കരിച്ചു. അദ്ദേഹം ജർമ്മനിയിലെ ആളുകളുടെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് റിച്വൽസിലും അതുപോലെ തന്നെ മാസ് മൊബിലൈസേഷനിലുമാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. 1933 Hitler became the Chancellor of Germany. This was a milestone to his career to become the great dictator of Germany. The fire accident in Parliament gave him the opportunity to suspend civic rights, and he used this chance to repress his enemies. Communists were sent to the concentration camp. Okay, 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു അത്.
ഓക്കെ, ജർമ്മനിയുടെ ചാൻസലർഷിപ്പ് കയ്യിലേക്ക് കിട്ടിയത് അദ്ദേഹത്തെ ജർമ്മനി തന്നെ തന്റെ അധികാരത്തിന് കീഴിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജർമ്മൻ പാർലമെന്റിൽ ഉണ്ടായ തീപിടുത്തം അദ്ദേഹം തനിക്ക് അനുകൂലമായി മാറ്റുകയായിരുന്നു. ഇതേ തുടർന്നിട്ട് അദ്ദേഹം പൊതുജനങ്ങൾക്ക് വീമർ റിപ്പബ്ലിക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരുന്ന പൊതുവായിട്ടുള്ള അവകാശങ്ങള് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എനിമികളെ അടിച്ചമർത്തുന്നതിനുള്ള മാർഗമായി ഇതിനെ ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രധാന ശത്രുക്കളിൽ ഒരാളായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ ഹിറ്റ്ലർ തന്റെ ശത്രുക്കളെ, തന്റെ എനിമികളെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അവരെ വളരെ മോശമായ രീതിയിൽ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. On March 1933, the famous Enabling Act was passed which established dictatorship in Germany and established complete control over the economy, media, army and judiciary. Okay, 1933 മാർച്ചിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ജർമ്മനിയിലെ എനേബിളിംഗ് ആക്ട് അദ്ദേഹം പാസ്സാക്കുകയുണ്ടായി. എനേബിളിംഗ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ആക്ടാണ് ഈ എനേബിളിംഗ് ആക്ട് എന്ന് പറയുന്നത്. ഇതും ഈ ആക്ട് പ്രകാരം ജർമ്മനിയിൽ ഏകാധിപത്യം നിലവിൽ വരികയും അതേ തുടർന്നിട്ട് അദ്ദേഹം സമ്പദ് വ്യവസ്ഥയുടെയും മീഡിയയുടെയും ആർമിയുടെയും ജുഡീഷ്യറിയുടെയും മേല് കംപ്ലീറ്റ് കൺട്രോൾ മുഴുവൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ, special forces were created such as Gestapo, SS and SD. These forces gave Nazi state its reputation as criminal state. The people who protest against Hitler were sent to concentration camp and gas chambers. Okay, അദ്ദേഹം തന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ പുതിയ ചില സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിന് ഉദാഹരണമായിരുന്നു പ്രത്യേക ഫോഴ്സുകൾ, അദ്ദേഹം നിലവിൽ കൊണ്ടുവന്ന പ്രത്യേക ഫോഴ്സുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് ആയിരുന്നു ഗെസ്റ്റപ്പോ എന്ന് അറിയപ്പെടുന്ന സീക്രട്ട് പോലീസ് സർവീസ്. ഓക്കെ, നാസി ഭരണകൂടത്തിന് എതിരെ പ്രവർത്തിക്കുന്നവരെ രഹസ്യമായി കണ്ടുപിടിച്ച് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കും ഗ്യാസ് ചേംബറുകളിലേക്കും അയക്കുന്നതിന് വേണ്ടിയിട്ട്, ശിക്ഷിക്കുന്നതിനായിട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സീക്രട്ട് പോലീസ് സർവീസ് ആയിരുന്നു ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത്. ഗെസ്റ്റപ്പോയുടെ പ്രവർത്തനങ്ങള് നാസി സ്റ്റേറ്റിനെ ഒരു ക്രിമിനൽ സ്റ്റേറ്റ് എന്ന പശ്ചാത്തലം, ഒരു മുഖച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നതിന്, ലോകത്തിന്റെ മുമ്പിൽ ഒരു ക്രിമിനൽ സ്റ്റേറ്റ് എന്നൊരു മുഖച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമായി. ഹിറ്റ്ലർ അസൈൻഡ് ഫേമസ് എക്കണോമിസ്റ്റ് ഹെൽമർ ഷാറ്റ് ഫോർ എക്കണോമിക് റിക്കവറി ഓഫ് ദി സ്റ്റേറ്റ് which aimed at full production and full employment. Okay, ജർമ്മനിയെ ലോകത്തിന് മുമ്പിൽ വലിയൊരു രാജ്യമാക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രശസ്ത ജർമ്മൻ എക്കണോമിസ്റ്റായ ഹാൽമർ ഷാറ്റിന്റെ സഹായം അദ്ദേഹം തേടിയിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹത്തെയാണ് ഹിറ്റ്ലർ അധികാരം ഏൽപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിൽ ഫുൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെന്റും ആയിരുന്നു. ഫുൾ പ്രൊഡക്ഷനും ഫുൾ എംപ്ലോയ്മെന്റും അച്ചീവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജർമ്മനിയിലെ കൺസ്ട്രക്റ്റീവായിട്ട് നടന്ന പ്രോഗ്രാമാണ് ഒന്ന് ജർമ്മൻ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണം. ഇതുവഴി നിരവധി ആളുകൾക്ക് തൊഴിലവസരം കിട്ടുകയും അത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ റിക്കവറിക്ക് സഹായമാവുകയും ചെയ്തു. ഇതുപോലെ തന്നെ പ്രൊഡക്ഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലത്താണ് ഏറ്റവും വലിയ ഇന്നോവേഷനായ ജർമ്മനിയുടെ വോൾസ് വാഗൻ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. ഇത് വലിയ ഒരു വിപ്ലവകരമായ ഇന്നോവേഷൻ ആയിരുന്നു. ഇത് ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. Hitler pulled out of League of Nations in 1935 and reoccupied Rhineland in 1936 and integrated Austria and Germany in 1938. Germany had the support of England. Okay, 1935 ലീഗ് ഓഫ് നേഷൻസിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയുണ്ടായി.
ഓക്കെ, അദ്ദേഹത്തിന്റെ കടുത്ത നടപടികളോട് എതിർപ്പുണ്ടായിരുന്ന മറ്റു രാജ്യക്കാരെ അദ്ദേഹത്തെ ലീഗ് ഓഫ് നേഷനിൽ നിന്നും ജർമ്മനിയെ ലീഗ് ഓഫ് നേഷനിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. എന്നാൽ 1936 അദ്ദേഹം റൈൻലാൻഡ് കീഴടക്കുകയും പിന്നീട് ഓസ്ട്രിയയും ജർമ്മനിയെയും ലയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ടെറിറ്ററി വലുതാക്കുകയും ചെയ്തു. ഇത് 1938 ഓസ്ട്രിയയും ജർമ്മനിയും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാറിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസോഴ്സസ് അനിവാര്യമാണെന്നും റിസോഴ്സസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ ടെറിറ്ററി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് ഹിറ്റ്ലർ ഓസ്ട്രിയയെ തങ്ങളിലേക്ക് ലയിപ്പിച്ചത്. ഹിറ്റ്ലറിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ജർമ്മനിയുടെ യുദ്ധമുഖങ്ങളിലെ മുന്നേറ്റങ്ങളിലും ഒരു അദൃശ്യ സപ്പോർട്ടായിട്ട് പിൻബലമായിട്ട് ഇംഗ്ലണ്ടും പ്രവർത്തിച്ചിരുന്നു. കാരണം വേഴ്സാലിസ് ട്രീറ്റി വളരെ ഹാർഷായിരുന്നു എന്ന ബോധ്യം ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇംഗ്ലണ്ടിന്റെ സപ്പോർട്ട്, പരോക്ഷമായ ഇംഗ്ലണ്ടിന്റെ സപ്പോർട്ട് ജർമ്മനിക്ക് ഉണ്ടായിരുന്നത്. Hitler chose war as the way out of economic crisis. In 1933, Germany invaded Poland. This led to the war with France and Germany. In 1940, Tripartite Pact between Italy, Japan and Germany strengthened Germany and paved the way for Second World War. Okay, എക്കണോമിക് ക്രൈസിസിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വാറിനെ നല്ലൊരു അവസരമായി ഉപയോഗിക്കുകയും എന്നാൽ 1939 അദ്ദേഹം പോളണ്ടിനെ ആക്രമിക്കുകയുണ്ടായി. പോളണ്ട് ആക്രമണത്തോടുകൂടി ഫ്രാൻസ് ജർമ്മനിക്ക് എതിരാകുകയും ഫ്രാൻസും പോളണ്ടും ജർമ്മനിക്ക് എതിരാവുകയാണ് ഉണ്ടായത്. 1940 ട്രൈപാർട്ടി പാക്റ്റോടുകൂടി ജർമ്മനിയുടെ കൂടെ ഇറ്റലിയും ജപ്പാനും ചേർന്നതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, in 1941 Hitler attacked Soviet Union. From there the defeat of Germany has started. Soviet Red Army defeated Germany. Japan bombed US base Pearl Harbor and US ended the Second World War. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനി യുദ്ധമുഖത്ത് ജർമ്മനിയുടെ തകർച്ച ആരംഭിക്കുന്നതും അത് പിന്നീട് എങ്ങനെയാണ് മൊത്തത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തകർന്നടിയുന്നതിന് കാരണമായ ഘടകം ഏതാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതുവരെ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ജർമ്മനി 1941 സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചതോടുകൂടിയാണ് ജർമ്മനിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, ജർമ്മനിയുടെ തകർച്ച കാരണമാകാൻ പ്രധാന കാരണം സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ തിരിച്ചടിയാണ്. സോവിയറ്റ് യൂണിയൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ ജർമ്മനി ആക്രമിക്കുകയും സോവിയറ്റ് യൂണിയന്റെ റെഡ് ആർമി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടുകൂടി ജർമ്മനി ഡിഫീറ്റ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ജപ്പാൻ US ബേസ് ആയിട്ടുള്ള പേൾ ഹാർബർ ആക്രമിക്കുന്നത്. ഇതോടുകൂടി യുദ്ധത്തിൽ ഇതുവരെ പങ്കാളികളാകാതിരുന്ന US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുദ്ധത്തിലേക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. പിന്നീട് ശക്തമായ ഈ വാർ അവസാനിക്കുന്നത് US ഹിരോഷിമയില് ആറ്റം ബോംബ് ഇടുന്നതിലൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് അവസാനം കുറിക്കുകയായിരുന്നു. The war ended in May 1945 with the defeat of Hitler and dropping of atom bomb in Hiroshima. ഹിരോഷിമയില് 1945 US ആറ്റം ബോംബ് ഇടുകയും അതോടുകൂടി ജപ്പാനും രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവി സമ്മതിക്കുകയും ചെയ്തതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ കൂടെ നിന്നിരുന്ന ഇറ്റലിയുടെയും ജപ്പാന്റെയും തകർച്ച പരിപൂർണമാവുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി വൻ പരാജയം നേരിടുകയും പിന്നീട് അത് ഹിറ്റ്ലറിന്റെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. താൻ പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം തന്റെ സ്വവസതിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഒരു വലിയ നാഴികക്കല്ല് അവസാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. അടുത്ത സെഷനിൽ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ നോക്കുന്നതായിരിക്കും. ഈ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വെക്കുക. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.